KTU മുൻ VC സിസ തോമസ് തർക്കത്തിൽ സർക്കാരിന് തിരിച്ചടി. സിസ തോമസിന് പെൻഷനും കുടിശ്ശികയും 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. സർക്കാരും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും മറുപടി നൽകണമെന്നും നിർദ്ദേശം. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, പ്രതികാര നടപടി എന്നോണമായിരുന്നു ശമ്പളവും കുടിശ്ശികയും ഒക്കെ സർക്കാർ പിടിച്ചുവെച്ചത്. പക്ഷേ അതിലിപ്പോൾ സർക്കാരിന് തന്നെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്? 2022 ഗവർണറുടെ നിർദ്ദേശപ്രകാരം സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറായി ചുമതലയേറ്റതാണ് സിസ തോമസിനെതിരെ സർക്കാർ തിരിയാനുള്ള കാരണം. അന്ന് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ സ്വന്തം നിലയ്ക്ക് ഗവർണറുടെ ഉത്തരവ് മാത്രം കൊണ്ട് ചുമതലയേറ്റു എന്ന് കാണിച്ചുകൊണ്ട് അച്ചടക്ക നടപടിയെടുക്കുകയും സിസ തോമസിന്റെ പെൻഷനും മറ്റ് സർവീസ് ആനുകൂല്യങ്ങളും അടക്കം തടഞ്ഞു വെക്കുകയും ചെയ്തായിരുന്നു. ഇതുപ്രകാരമാണ് ഇതിനെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സിസ തോമസ് ഹർജി നൽകിയത്. ആ ഹർജിയിൽ ഇപ്പോൾ സർക്കാരിന്റെ തിരിച്ചടിയും സിസ തോമസിന് അനുകൂലവുമായി വിധി വന്നിരിക്കുകയാണ്. 2023 മുതലുള്ള താൽക്കാലിക പെൻഷനും മറ്റ് സർവീസ് ആനുകൂല്യങ്ങളും 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് കാണിച്ചുകൊണ്ടാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്ര കാലവും എന്തുകൊണ്ട് സ്ഥിരം പെൻഷനും സർവീസ് ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചു എന്നും അതിനുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമാക്കണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് സർക്കാരിനും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്കും പ്രത്യേകം നോട്ടീസ് നൽകാനും അതിൽ ആ ഹർജിയിന്മേൽ മറുപടി ഫയലിൽ തന്നെ നൽകാൻ നിർദ്ദേശം നൽകാനും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിലുണ്ട്. അതിനോടൊപ്പം തന്നെ തനിക്കെതിരായ അച്ചടക്ക നടപടിക്കുള്ള കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള C. അജയനാണ് എന്ന് കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ കൂടി ഒരു പ്രത്യേക ഹർജി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി കൂടി ഉള്ള ഹർജിയായിരുന്നു അന്ന് സിസ തോമസ് ഫയൽ ചെയ്തിരുന്നത്. അതുപ്രകാരം പ്രത്യേകം C. അജയനെതിരെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്കാണോ എന്ന് ചോദിച്ചാൽ അത്തരത്തിൽ തന്നെയായിരുന്നു ഇതുവരെ സിസ തോമസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പലതവണ ഹൈക്കോടതിയിൽ വലിയ തർക്കങ്ങളും വലിയ വാഗ്വാദങ്ങളും ഉണ്ടായി. പലതവണ സിസ തോമസിന് അനുകൂലമായും സർക്കാരിന് അനുകൂലമായും പല വിധികൾ വന്നു. ഒടുവിൽ സിസ തോമസ് സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും ഈ സർവീസ് ആനുകൂല്യങ്ങളും പെൻഷനും ഒന്നുമില്ലാതെയായിരുന്നു അവർക്ക് പുറത്തു പോകേണ്ടി വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിൽ പോലും വൈസ് ചാൻസലർ ആയിരിക്കുന്നത് സർക്കാരിന് താല്പര്യമില്ലാത്ത ഒരു VC എന്ന നിലയ്ക്കായിരുന്നു. ഗവർണർ സർക്കാർ നൽകിയ ശുപാർശ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഗവർണർ സ്വന്തം നിലയ്ക്കായിരുന്നു താൻ മൂലം ബലിയാടാക്കപ്പെട്ട സിസ തോമസിന് ഡിജിറ്റൽ സർവകലാശാലയിൽ നിയമനം നൽകിയത്. ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാല VC എന്ന നിലയ്ക്ക് പ്രവർത്തനം അനുഷ്ഠിച്ചു വരികയാണ് സിസ.